മാനം തത്ഹീറുൻ നജാസതി നജാസുകളെ തൊട്ട് ശുദ്ധിയാക്കൽ. അതാണ് പറയുന്നത്. നജസിൽ നിന്ന് ശുദ്ധിയാവൽ രണ്ടാമത്തെ ഷർത്താകുന്നു. നജസിൽ നിന്ന് അപ്പൊ ഒന്നാമത് ഷർത്ത് എന്ത്? അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക ഒന്നാമത്. രണ്ടാമത് എന്ത്? നജസുകളിൽ നിന്ന് ശുദ്ധിയാവുക. അപ്പൊ എത്രാമത്? രണ്ടാമത് ഷർത്താകും. നായ, പന്നി ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവ മലം, മൂത്രം, ഛർദിച്ചത്, രക്തം, ജലം, മനുഷ്യൻ, മത്സ്യം, ജറാദ് എന്നിവ അല്ലാത്തതിൻ്റെ ശവം, ലഹരി ദ്രാവകങ്ങൾ, മതിയ്, കൊതിയ് മുതലായവയെല്ലാം നജസുകളാകുന്നു. അപ്പൊ ഇതിൽ നജസ് അല്ലാത്തത്? നജസ് ജറാദി, പിന്നെ മത്സ്യം, മനുഷ്യന്, മത്സ്യം, ജറാദി. ജറാദി എന്ന് പറഞ്ഞാല് മലയാളത്തിൽ വെട്ടുകളി എന്ന് പറയും. വെട്ടുകളി അറിയില്ല. അതല്ല, അറബികളെ പറക്കിട്ട് പോണോ? ജറാദ് പറക്കി പോണോ? എന്തിന്? പിന്നെ നജസല്ല, അതിനെ ഭക്ഷിക്കാം. പിന്നെ അർത്ഥമൊന്നുമില്ല. അപ്പൊ ഏതെന്താ നായ, ഇത് പന്നി ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവ, അതായത് കുഞ്ഞുങ്ങൾ നായ മാത്രമുള്ള പന്നിന്റെ കുഞ്ഞുങ്ങൾ. പിന്നെ മലം, അതായത് കഷ്ടം, മൂത്രം, ഛർദിച്ചത്, രക്തം, ജലം, ഇത്രയാണ് നജസുകൾ. പിന്നെ മനുഷ്യൻ, മത്സ്യം, ജറാദ് എന്നിവയല്ലാത്ത ശവങ്ങൾ. അപ്പൊ മനുഷ്യരില്ലാത്ത ശവം, മത്സ്യമല്ലാത്ത ശവം, പിന്നെ ജറാദല്ലാത്ത ശവം. ലഹരി ദ്രാവകങ്ങൾ, കള്ള്, അഫീന്, കഞ്ചാവ്, പിന്നെ പാൻപരാഗ്, പിന്നെ മതി, പിന്നെ ഇത് മതി, മുതലായവയെല്ലാം നജസുകളാകുന്നു. നമ്മൾ അങ്ങനെ ചൂടിന്റെ സമയത്ത് മൂത്രം കുടിച്ച ഉടനെ മതിയായ വികാരമുണ്ടാതെ മുൻപ് പുറപ്പെടുന്ന വസ്തുവാണ്. കട്ടിയില്ല, മൂത്രമല്ലാതെ മനസ്സിലാക്കുന്നത്. മൂത്രം ഒഴിക്കുന്നത് നായ, പന്നി, നായ വെള്ളത്തി Good boy. നായ, ജന്മം പ്രാപിച്ചവ
എന്നിവ കൊണ്ട് നജസായാൽ 7 പ്രാവശ്യം കഴുകണം. അതിൽ 1 മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം ഇതാക്കേണ്ടത്, കഴുകേണ്ടത്. നജസിന്റെ തടിയുണ്ടെങ്കിൽ അത് ആദ്യം നീക്കണം. അപ്പോൾ നായ, പന്നി ഇവ രണ്ടിന്റെ നജസായ മൂട് കുത്തിയിട്ട് അതിന്റെ മാലിന്യമായി. എന്നാല് 7 പ്രാവശ്യം മൊത്തത്തിൽ കഴുകണം. അത് ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം. കാരണം എന്താ, മണ്ണ് കൊണ്ട് അതിന്റെ അഴുക്ക് നീങ്ങുകയുള്ളൂ. പല മാരകമായ രോഗങ്ങളും ഈ നായ, പന്നി ഈ നജസിൽ നിന്ന് ഉത്ഭവിക്കാൻ സാധ്യതയുണ്ട്. പല മാരക രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വലിയൊരു ശാസ്ത്രജ്ഞൻ, ഒരു ശാസ്ത്രജ്ഞൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുകയുണ്ടായി. ഏറ്റവും വലിയ ഡോക്ടർ മുഹമ്മദ് നബിയാണ്. ഡോക്ടർ മുഹമ്മദ് നബിയാണ്. കാരണം എന്തേ, ഇതാരാ പറഞ്ഞത്? നായും പന്നിയും നജസാണെന്ന് നബിയല്ലേ, ഞാൻ പറഞ്ഞല്ലോ. മാനസിന് പറയുകയാണെങ്കിലും ആര് പറഞ്ഞതാണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്. നായ, പന്നി എന്നുള്ള ഐൻ നജസാണ്. അത് മൂട് കുത്തിയാൽ അതിൽ നജസായി മലിനമാവുകയാണെങ്കിൽ 7 പ്രാവശ്യം കഴുകുകയും അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകുകയും വേണം. എന്നാൽ മാത്രമേ ആ നജസ് നീങ്ങുകയുള്ളൂ. ആ മാലിന്യം മണ്ണുകൊണ്ടേ നീങ്ങുകയുള്ളൂ. അതിലൊന്ന് മണ്ണ് കലക്കിയാണ്. നജസിന്റെ തടിയുണ്ടെങ്കിൽ അത് ആദ്യം നീക്കണം. അതിനായി എത്ര തവണ കഴുകിയാലും അത് ഒരു കഴുകലായി മാത്രമേ കണക്കാക്കുകയുള്ളൂ. കുറെ പ്രാവശ്യം കൈ, എന്നാലും അത് ഒരു പ്രാവശ്യം മാത്രമേ കണക്കാക്കൂ. മറ്റു നജസുകൾ കൊണ്ട് മലിനമായാൽ നജസിന്റെ നിറം, മണം, രുചി ഇവയെല്ലാം നീങ്ങും വരെ കഴുകണം. എത്ര പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറം, മണം ഇവയിലൊന്ന് നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. കുറേ കൈക്ക് പോകുന്നില്ല, എന്നാലും വെള്ളം 2 കൊല്ലത്തിൽ കുറവാണെങ്കിൽ അതിൽ ഇട്ട് കഴുകരുത്. ഇട്ട് കഴുകാൻ പാടില്ല. വെള്ളം അതിന്മേൽ ഒഴിച്ചു കഴുകണം. നമ്മൾ വസ്ത്രം നടക്കുന്നില്ലേ, അതേപോലെ തന്നെ. നായ, പന്നി അതിൽ നിന്ന് ജന്മം കൊണ്ടവ അല്ലാത്ത ശവത്തിന്റെ തോൽ ഊറക്കിടലുകൊണ്ടും ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവലുകൊണ്ടും ശുദ്ധിയാകും. അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അതായത് നായയും പന്നിയും അല്ലാത്ത ജഡത്തിന്റെ തോൽ, ഇപ്പൊ ആടി കത്തി അർത്ഥമല്ല. അപ്പൊ അതിന്റെ തോല് അർത്ഥത്തിന് നഷ്ടല്ല. കോഴി അർത്ഥാൻ നഷ്ടല്ല, തനിയെ ചെത്താൻ നഷ്ടമാണ്. മനസ്സിലായ? കോഴി ഞമ്മ അർത്തി എന്നാൽ നഷ്ടം നമുക്ക് ഭക്ഷിക്കാം. അറുക്കാത്ത ചത്തുപോയി അങ്ങനെ ഭക്ഷിക്കാൻ പാടില്ല. ആടും അങ്ങനെ നമ്മ അർത്തിണ്ടാക്കിയ മരിച്ച് എന്നാക്ക ഭക്ഷിക്കാം. തനി ചത്തുപോലെ ഭക്ഷിക്കാൻ പാടില്ല. പോത്തും എല്ലാ വസ്തുവും തന്നെ ഞമ്മതാക്കണം. ബിസ്മി കൂട്ടിയിട്ട് അറുക്കണം, നേരെ അറുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അനുവദനീയമാവുകയുള്ളൂ. ഇതെങ്ങനല്ല, ഇത് ഹലാലല്ല, അനുവദനീയമല്ല. മനസ്സിലായ? അപ്പൊ അതിന്റെ ഈ തോല് ഊറക്കൽ അത് ശുദ്ധീകരിക്കുന്ന കെമിക്കൽ ചേർത്ത് ശുദ്ധീകരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കുറെ
വെള്ളത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ ദ്രാവകത്തിൽ വെച്ചിട്ട് ശുദ്ധിയാക്കുന്നത് അങ്ങനെ ശുദ്ധിയായത്. പിന്നെ കള്ള് കുറെ കള്ളെന്തായി മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് കുറെ സുർക്കയാണ്. തനിയെ സുർക്ക എന്ന് പറഞ്ഞാൽ കുറേ 40 ദിവസം മണ്ണിൻ്റെ അടിയിൽ കുപ്പി മൂടിയിട്ട് മണ്ണിൻ്റെ അടിയിൽ വെച്ചാൽ അത് സുർക്കയായിട്ട് മാറും. അത് എന്താക്കാം ഞങ്ങൾക്ക് വയറ് വേദന കേസിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാം. കുറച്ച് അങ്ങനെയല്ല മരുന്ന് പോലെ അത് സുർക്ക ആവലുണ്ട്. ഇല്ല വേണ്ട പാടില്ല. മനസ്സിലായ? ആ അപ്പം കഴിഞ്ഞ് എന്നെ ചോദ്യം നോക്കി നോക്കണം. അല്ല ബാക്കി തരുമോ? വായിക്കണം എന്നാ ബാക്കി 5 ചോദ്യം നോക്കാം. അവിടെ